ഓം നമോ ഭഗവതേ സായിശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. എന്റെ ധനം, എന്റെ വിദ്യാർത്ഥികൾ. ആത്മീയതയാണ് ഭാരതത്തിന്റെ ജീവൻ. അതെന്ന് കൈവിടുന്നുവോ അന്ന് ഭാരതം ജഡമാകും. ഭാരതം പഠിപ്പിച്ച ആത്മീയത വാചക കസത്തുകളോ ആചാരബഹളങ്ങളോ ഭാവനാ സാമ്രാജ്യമോ അല്ല. അത് അനുഭൂതിയുടെ ലോകമാണ്. ഓരോരുത്തർക്കും അനുഭവിച്ചറിയാവുന്ന സത്യം, ഓരോരുത്തരും അനുഭവിച്ചറിയേണ്ട സത്യം. മനുഷ്യജന്മം കിട്ടിയത് അതിനു വേണ്ടി മാത്രവുമാണ്. ഈ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയാണ് ഭാരതം ജീവിതത്തിലെ ഓരോ ഘട്ടവും ചിട്ടപ്പെടുത്തിയത്. ആത്മീയ സ്പർശമില്ലാത്ത യാതൊന്നും ഭാരതീയന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഇതിൽ നിന്നും ഭാരതം വഴിമാറിയോ അന്നൊക്കെ ഭാരതം അധപതിച്ചു. ഭാരതത്തിലെ ആധ്യാത്മിക അധപതനം ലോകത്തിൽ എന്നും ധാർമ്മിക ച്യുതിയും വരുത്തിയിരുന്നു. ലോകം നന്മയിൽ നിലനിൽക്കാൻ ഭാരതം നിലനിൽക്കണം. ഭാരതം നിലനിൽക്കണമെങ്കിൽ ധർമ്മം പുലരണം. ധർമ്മം വേദങ്ങളിൽ സംഭരിച്ചിരിക്കുന്നു. വേദം നിലനിൽക്കുന്നത് വേദാചരണത്തിലൂടെ. വേദാചരണം സാധിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ. അതിനാൽ ലോകോദ്ധാരണത്തിനായി ഭഗവാൻ ബാബ വിദ്യാഭ്യാസ മേഖലയെ ഉടച്ചു വാർത്തു. ഭൗതിക വിദ്യയുടെ കൂടെ ആത്മവിദ്യയും സമ്മേളിപ്പിച്ചു. അത്യത്ഭുതമായിരുന്നു ഈ രാസപരീക്ഷണത്തിലെ വിജയം. ഹിറ്റ്ലറുടെ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഒരാൾ ലോകത്തിലെ സമസ്ത അധ്യാപകർക്കും വേണ്ടി ഒരു കത്തെഴുതി. അത് ഇങ്ങനെയായിരുന്നു: രണ്ടാം ലോക മഹായുദ്ധത്തിലെ തടങ്കൽ പാളയത്തിൽ നിന്നും രക്ഷപ്പെട്ടവനാണ് ഞാൻ. ഒരിക്കലും ഒരു മനുഷ്യൻ കാണാൻ പാടില്ലാത്ത കാഴ്ചകൾ ഞാൻ അവിടെ കണ്ടു. അതിവിദഗ്ധരായ എഞ്ചിനീയർമാർ ഗ്യാസ് ചേമ്പറുകൾ നിർമ്മിച്ചു ആളുകളെ കൊന്നൊടുക്കാൻ. പ്രഗത്ഭരായ ഡോക്ടർമാർ കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകുന്നു. പരിശീലനം നേടിയ നഴ്സുമാർ ശിശുഹത്യ നടത്തുന്നു. പഠിപ്പുള്ളവർ സ്ത്രീകളെയും കുട്ടികളെയും വെടിവെച്ച് കൊല്ലുന്നു. ഇവരൊക്കെ പഠനം കൊണ്ട് നേടിയത് ഈ മനസ്ഥിതിയാണോ? നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് എനിക്ക് സംശയം തോന്നുന്നു. മനുഷ്യരാകാനുള്ള വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കൂ. ഇല്ലെങ്കിൽ പഠിപ്പിച്ച് ബുദ്ധിരാക്ഷസന്മാരെ, അതായത് രാക്ഷസ ബുദ്ധിയുള്ളവരെയാണ് ഇന്ന് സർവകലാശാലകൾ പുറത്തിറക്കി വിടുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ അഴിമതിയും അക്രമവും ചെയ്തു കൂട്ടുന്നത് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം നേടിയവരാണല്ലോ. കോളേജുകളിൽ പോകാത്ത, ഗ്രാമങ്ങളിൽ മാത്രം കഴിഞ്ഞുകൂടുന്നവരെ കൊണ്ട് നാടിനും നാട്ടുകാർക്കും രാജ്യത്തിനും വലിയ അപകടമൊന്നും ഉണ്ടാകുന്നില്ല. ഇതിനൊരു പരിഹാരമേയുള്ളൂ: വിദ്യാഭ്യാസ പദ്ധതി ഉടച്ചു വാർക്കുക. ഭൗതിക പഠനങ്ങൾക്കൊപ്പം വിദ്യാർത്ഥികളെ മനുഷ്യനാകാനും പഠിപ്പിക്കുക. ഭഗവാൻ ബാബ ഇതിനൊക്കെ പരിഹാരമായി ഒരു വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിച്ചു. അവിടെ ഇതര വിഷയങ്ങൾക്കൊപ്പം നന്മയുടെ പാഠങ്ങളും കുട്ടികളെ പഠിപ്പിച്ചു. അവർ മാതൃകാ വിദ്യാർത്ഥികളായി മാറി. കാരണം മാതൃകാ പുരുഷൻ മാതൃകാ അധ്യാപകരെ ഉണ്ടാക്കി. അവരാൽ നയിക്കപ്പെട്ട വിദ്യാർത്ഥികൾ സ്വാഭാവികമായും മാതൃകാ വിദ്യാർത്ഥികളുമായി. 1968 ഭഗവാൻ ബാബ അതിന്റെ തുടക്കം കുറിച്ചു. ആദ്യമായി അവിടുന്ന് സ്ഥാപിച്ചത് പെൺകുട്ടികൾക്കായി ഒരു കോളേജ്, ആന്ധ്രയിലെ അനന്തപൂർ ജില്ലയിൽ. തന്റെ ലക്ഷ്യം സ്വാമി വ്യക്തമാക്കി. നല്ല അമ്മമാരുടെ അഭാവമാണ് ഭാരതത്തിലെ ഇന്നത്തെ ദുരവസ്ഥയ്ക്ക് കാരണം. നല്ല അമ്മ നല്ല സഹോദരിയും നല്ല ഭാര്യയും നല്ല ഉദ്യോഗസ്ഥയും എല്ലാമായിരിക്കും. അവർ ചെല്ലുന്നിടത്തെല്ലാം മാതൃകയായിരിക്കും. അതിനാൽ നല്ല അമ്മമാരെ വാർത്തെടുക്കാനാണ് ഈ കോളേജ്. 1969 ആൺകുട്ടികൾക്കായി വൈറ്റ് ഫീൽഡിൽ ബൃന്ദാവൻ കോളേജ് സ്ഥാപിച്ചു. ബംഗളൂരു. സമ്പൂർണ്ണം സൗജന്യമായി ഭഗവാൻ കുട്ടികളെ അവിടെ പഠിപ്പിച്ചു. ബിരുദദാനവേളയിൽ ദക്ഷിണയായി അവതാര പുരുഷൻ വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു: നിങ്ങൾ ഇവിടെ പഠിച്ചതെല്ലാം ജീവിതത്തിൽ പ്രായോഗികമാക്കുക. മാതാപിതാക്കളെ, സ്വന്തം ഗ്രാമത്തെ, രാജ്യത്തെ സ്നേഹിക്കുക, സേവിക്കുക. നിങ്ങളിലൂടെ സത്യസായി സർവകലാശാലയുടെ മഹത്വം ലോകം അറിയട്ടെ. 1979 ഭഗവാൻ പ്രശാന്തി നിലയത്തിൽ ആൺകുട്ടികൾക്കായി ഒരു കോളേജ് കൂടി സ്ഥാപിച്ചു. താമസിയാതെ സ്വയംഭരണ സർവകലാശാലയുടെ പദവിയിലേക്ക് അത് ഉയർത്തപ്പെടുകയും ചെയ്തു. 1981 നവംബർ 22 സത്യസായി സ്വയംഭരണ സർവകലാശാലയുടെ ഉദ്ഘാടനത്തോടെ വിദ്യാഭ്യാസ മേഖലയിൽ ലോക വിപ്ലവത്തിനുള്ള ഒരു ചുവടുകൂടി ഭഗവാൻ മുന്നോട്ട് വെച്ചു.
ഭഗവത് സാന്നിധ്യത്തിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശ്രീ YV ചന്ദ്രചൂഡൻ ഉദ്ഘാടനം നിർവഹിച്ചു. സർവകലാശാലയുടെ ചാൻസലർ ബാബ അതിനെ അനുഗ്രഹിച്ചു. ഒരവസരത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ VK ഗോഖക് വിദ്യാർത്ഥികളോട് പറഞ്ഞു, കുട്ടികളെ, നിങ്ങൾ എത്ര ഭാഗ്യവാന്മാർ! ഈ പ്രപഞ്ചത്തിന്റെ ചാൻസലർ നിങ്ങളുടെ സർവകലാശാലയുടെ ചാൻസലർ ആയിരിക്കുന്നു. ഉദ്ഘാടനം കഴിഞ്ഞു. അനുഗ്രഹ പ്രഭാഷണത്തിൽ ഭഗവാൻ അരുളി, നമ്മുടെ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന ദിനമാണിന്ന്. ഇന്ന് തൈ നട്ടു. വിദ്യാർത്ഥികളാണ് ഇതിന്റെ വേരുകൾ. ഈ വൃക്ഷം രാജകീയ പ്രൗഢിയോടെ പടർന്നു പന്തലിക്കും. എണ്ണമറ്റ പുഷ്പങ്ങൾ ഇതിൽ പുഷ്പിക്കും. അത് ലോകത്തിൽ ശാന്തിയും സുരക്ഷിതത്വവും വർദ്ധിപ്പിക്കും, ഉറപ്പിക്കും. അതിനായി വിദ്യാർത്ഥികൾ വേരുകൾ ചെയ്യുന്ന പോലെ ദൃഢമായി ഉറച്ചു നിൽക്കണം. ഭാരതത്തിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കണം. വേരുകളിൽ ജലസേചനം വേണമെന്ന് എനിക്കറിയാം. ഞാൻ അത് ചെയ്തു കൊള്ളാം. എനിക്കെല്ലാം വിദ്യാർത്ഥികളാണ്. എന്റെ സ്വത്ത് എന്തെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം ഇക്കാണുന്ന കെട്ടിടങ്ങളും വിശാലമായ സ്ഥലവും എന്നൊക്കെ ആയിരിക്കാം. പക്ഷേ എന്റെ ഉത്തരം ഇതാണ്: എന്റെ സമസ്ത സമ്പാദ്യവും എന്റെ വിദ്യാർത്ഥികളാണ്. ഞാൻ എന്നെ തന്നെ അവർക്ക് നൽകിയിരിക്കുന്നു. വിദ്യാർത്ഥികളും അധ്യാപകരുമാണ് സർവകലാശാലയുടെ ഏറ്റവും വിലയേറിയ സ്വത്ത്. അവർക്ക് മാത്രമേ മാതൃകാ സർവകലാശാലയായി ഇതിനെ വളർത്താൻ കഴിയൂ. ലൗകിക ജ്ഞാനത്തോടൊപ്പം ഈ സർവകലാശാല സദാചാരം, ധാർമ്മികത, ആധ്യാത്മികത എന്നിവയും പഠിപ്പിക്കും, പരിശീലിപ്പിക്കും. മനഃശുദ്ധി പരിപോഷിപ്പിക്കുക, സത്യനിഷ്ഠ, ഈശ്വരഭക്തി, അച്ചടക്കം, ജോലിയോടുള്ള സമർപ്പണം തുടങ്ങിയ നന്മകൾ നമ്മുടെ സർവകലാശാലയിൽ പരിപോഷിപ്പിക്കപ്പെടും, പ്രോത്സാഹിപ്പിക്കപ്പെടും. ആധുനിക ഭാരതത്തിൽ ആധ്യാത്മിക പ്രഭാപൂരം പൊഴിച്ചിരുന്ന സ്വാമി ദയാനന്ദ സരസ്വതി, വിവേകാനന്ദ സ്വാമി, ശ്രീ അരബിന്ദോ, മഹാത്മാഗാന്ധി, രവീന്ദ്രനാഥ ടാഗോർ തുടങ്ങിയവരുടെ സ്വപ്നം ഭഗവാൻ ബാബ നടപ്പിലാക്കി. പഴയ ഗുരുകുലത്തിൽ ഒരു രീതി ഉണ്ടായിരുന്നു. അവിടെ പഠനത്തിന് ശേഷവും ചില വിദ്യാർത്ഥികൾ ഗുരുകുലം വിട്ടു പോകാറില്ല. അവർ ഗുരുകുലത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഴുകും. ഈ ആധുനിക ഗുരുകുലത്തിലും ഇത് കാണാം. പഠനം പൂർത്തിയാക്കിയ ധാരാളം വിദ്യാർത്ഥികൾ അവരുടെ കുലപതിയോടുള്ള തീവ്ര പ്രേമത്താൽ ഇവിടെ അന്തേവാസികളായി തുടരുന്നു. ആശ്രമങ്ങൾ, സ്കൂളുകൾ, കോളേജുകൾ, ഹോസ്റ്റലുകൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിൽ അവർ സേവനമനുഷ്ഠിച്ചു വരുന്നു. ഭഗവാന്റെ സമ്പത്ത് സ്വാമി പലവട്ടം അരുളിയിരിക്കുന്നു. എന്റെ പേരിൽ ഒരു സ്വത്തുമില്ല, ബാങ്കിൽ ബാലൻസ് ഇല്ല, തികച്ചും ശൂന്യം. പക്ഷേ എന്റെ സമ്പത്ത് എന്റെ വിദ്യാർത്ഥികളാണ്. അവർ എനിക്ക് വേണ്ടി ജീവിക്കുന്നു. അവരിലൂടെ ലോകം എന്നെ അറിയും. ഞാൻ അവരെ ആശ്രയിക്കുന്നു എന്റെ സന്ദേശ പ്രചാരണത്തിനായി എന്നുവരെ ഭഗവാൻ വിദ്യാർത്ഥികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എത്രയോ ജന്മങ്ങളിലെ തപസ്, അഹൈതുകിയായ ഭഗവത് കാരുണ്യം, ഇത് രണ്ടുമാണ് ഓരോ വിദ്യാർത്ഥിയെയും ഭഗവത് സന്നിധിയിൽ എത്തിച്ചത്. ഏറ്റവും കൂടുതൽ സമയം സ്വാമി വിനിയോഗിച്ചതും വിദ്യാർത്ഥികൾക്കൊപ്പം. അവർക്കൊപ്പം കൂടുമ്പോൾ ഭഗവാൻ കുട്ടിയാകുന്നു, നേതാവാകുന്നു, ജ്യേഷ്ഠനും അമ്മയും അച്ഛനും ഗുരുവും എന്തിന് കൂട്ടുകാരനുമാകുന്നു. അത്തരം കുറച്ചു നിമിഷങ്ങൾ നമുക്ക് സ്മരിക്കാം. തപസ്സിന്റെ ഫലം. സ്വാമിയുടെ വിദ്യാർത്ഥിയായിരുന്ന ശ്രീ നാഗേശ്വര റാവുവിന്റെ ഹൃദയസ്പർശിയായ കഥ കേൾക്കൂ. ആന്ധ്ര സർവകലാശാലയിൽ നിന്ന് ഉയർന്ന മാർക്കോടെ നാഗേശ്വര റാവു പാസ്സായി. ഒരു കർഷക കുടുംബാംഗം. ചെറുപ്പത്തിലേ അമ്മ നഷ്ടപ്പെട്ടു. അയാൾ ശാരീരികമായി ദുർബലൻ, പക്ഷേ അപാരമായ മനഃശക്തിക്ക് ഉടമ. പഠിത്തത്തിലും വളരെ മുന്നിൽ. ഒരു ഞായറാഴ്ച വിദ്യാർത്ഥികൾ പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഓടയിലെ തടസ്സം മൂലം ടോയ്ലറ്റുകളിൽ ഒന്ന് നിറഞ്ഞു കവിഞ്ഞു. ഹോസ്റ്റലിന് പുറകിലും അത് ഒഴുകി തുടങ്ങി. നാഗേശ്വര റാവുവിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾ അവിടം വൃത്തിയാക്കാനെത്തി. മാലിന്യവും ദുർഗന്ധവും മൂലം വിദ്യാർത്ഥികൾ തെല്ലൊരു സങ്കോചത്തിലായി. നാഗേശ്വര റാവു അഴുക്കുകുഴിയിൽ ഇറങ്ങി തടസ്സം മാറ്റാൻ തുടങ്ങി. അതോടെ മറ്റു കുട്ടികളും സഹായിച്ചു. വളരെ വേഗം തടസ്സം മാറി. പരിസരം ശുചിയായി, പൈപ്പുകൾ വൃത്തിയായി. വാർഡൻ അയാളെ ഏറെ അഭിനന്ദിച്ചു. അയാൾ വളരെ വിനയാന്വിതനായി പറഞ്ഞു, സർ, ഞാൻ അസാധാരണമായി യാതൊന്നും തന്നെ ചെയ്തിട്ടില്ല. നാം വീട്ടിൽ ടോയ്ലറ്റ് വൃത്തിയാക്കാറില്ലേ? സ്വാമി ഞങ്ങൾക്ക് സമ്മാനമായി നൽകിയ ഗൃഹമാണ് ഹോസ്റ്റൽ.
ആധ്യാത്മികോന്നതിക്കായി നാഗേശ്വര റാവു ഭഗവാൻ ബാബയെ ഇഷ്ടദേവതയായി സ്വീകരിച്ചു. നിഷ്ഠയോടെ ധ്യാനം തുടങ്ങി. സ്വാമിയുടെ ഉപദേശങ്ങൾ പരിശീലിക്കാനും ആത്മാർത്ഥമായി ശ്രമിച്ചു. സ്വാഭാവികമായി ബാബയുടെ സാമീപ്യം അയാൾ ആഗ്രഹിച്ചു. ഓരോ വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ ആഗ്രഹം അതാണ്. ഭഗവാൻ മിണ്ടുക, ഭഗവാന് തന്നെ ഇഷ്ടമാണെന്ന് അറിയുക. ഗോപസ്ത്രീകളുടെ കൃഷ്ണ സാമീപ്യത്തിനുള്ള കൊതി പോലെ തന്നെ. പക്ഷേ അതിനുള്ള ഭാഗ്യം ഇതേവരെ അയാൾക്ക് കിട്ടിയില്ല. 1 വർഷം കഴിയാറായി. അയാളുടെ ശുഭപ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റു. അത് നിരാശയ്ക്ക് വഴിമാറി. വലിയ അവധിക്ക് പോകാതെ ഹോസ്റ്റലിൽ തന്നെ തങ്ങുവാൻ നാഗേശ്വര റാവു ആഗ്രഹിച്ചു. കാരണം ആ സമയം ഭഗവത് ദർശനം ലഭിക്കും. തന്റെ അവസരത്തിനായി കാത്തിരിക്കുകയും ചെയ്യാം. പക്ഷേ വിദ്യാർത്ഥികളെല്ലാം വീട്ടിൽ പോകണമെന്നും അവധിക്കാലം മാതാപിതാക്കളൊപ്പം താമസിക്കണമെന്നും ഭഗവാൻ നിർദ്ദേശിച്ചു. മനസ്സില്ലാ മനസ്സോടെ അയാൾ വീട്ടിലേക്ക് പോയി. ഹോസ്റ്റൽ വീണ്ടും തുറന്നപ്പോൾ ആദ്യം എത്തിയത് നാഗേശ്വര റാവു ആയിരുന്നു. 2ാം വർഷമെങ്കിലും തനിക്ക് അവസരം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചു. 2ാം വർഷവും അവസാനിക്കാറായി. റാവു കടുത്ത നിരാശയിലുണ്ടു. അവസാന പരീക്ഷയ്ക്ക് ശേഷം അയാൾ വാർഡൻ നരസിംഹമൂർത്തിയുടെ മുറിയിലെത്തി. സംസാരിക്കാൻ കഴിയുന്നതിന് മുമ്പേ എങ്ങനടിച്ചു കരഞ്ഞുപോയി. അദ്ദേഹം വിദ്യാർത്ഥിയോട് പറഞ്ഞു, സ്വാമിയോടുള്ള പ്രേമം നിറഞ്ഞ ശിശുസമമായ ഹൃദയം ഭഗവാനെ സ്വാധീനിക്കാൻ വളരെയേറെ ശക്തിയുള്ളതാണ്. അത്തരമൊരു അദ്ഭുത നിധി അവിടുന്ന് നിനക്ക് എപ്പോഴേ സമ്മാനിച്ചു കഴിഞ്ഞു. നിന്റെ ഹൃദയാഭിലാഷം സ്വാമി സാധിച്ചു തരുമെന്ന് എനിക്ക് പൂർണ്ണമായും ഉറപ്പുണ്ട്. സത്യത്തിൽ നീ എന്താണ് ഭഗവാനിൽ നിന്നും ആഗ്രഹിക്കുന്നത്? കൂപ്പുകയോടെ നാഗേശ്വര റാവു പറഞ്ഞു, എൻ്റെ ഈ ജീവിതം മുഴുവനും അവിടുത്തോടൊപ്പം കഴിയണം. അവിടുത്തെ ദൗത്യത്തിൽ സേവനമനുഷ്ഠിക്കണം. അദ്ദേഹം പറഞ്ഞു, നിനക്കും സ്വാമിക്കുമിടയിൽ യാതൊന്നിനും കടന്നു വരാനാവില്ല. സ്വാമി പരിപൂർണ പ്രേമവും കരുണയും മാത്രമാണ്. നീ നിന്നെ തന്നെ സ്വാമിക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ എങ്ങനെ ഭഗവാന് ആ പ്രാർത്ഥന നിറവേറ്റാതിരിക്കാനാകും? എൻ്റെ തന്നെ അനുഭവം സാക്ഷിയാക്കി ഞാൻ ആധികാരികമായി പറയുന്നു, നിന്റെ ഹൃദയംഗമമായ പ്രാർത്ഥന സ്വാമി സ്വീകരിക്കും. സാധനയിലും സേവനത്തിലും മുഴുകി നാഗേശ്വര റാവു മുന്നോട്ട് പോയി. പരീക്ഷാഫലം പ്രഖ്യാപിക്കപ്പെട്ടു. നാഗേശ്വര റാവുവിന് 1ാം റാങ്ക്. ആ സായാഹ്നം അയാളുടെ ജീവിതം ധന്യമാക്കി. ബാബ മന്ദിരത്തിന് പുറത്തെത്തി. കുട്ടികളെ മുഴുവൻ നോക്കിക്കൊണ്ട് ഉച്ചത്തിൽ ചോദിച്ചു, ആരാണ് നാഗേശ്വര റാവു? നാഗേശ്വര റാവു കുട്ടികൾക്കിടയിൽ നിന്നും എഴുന്നേറ്റ് സ്വാമിയുടെ സമീപത്തേക്ക് നടന്നു. അവന്റെ മിഴികൾ കവിഞ്ഞൊഴുകി. ആനന്ദ നിർവൃതിയാൽ അധരങ്ങൾ വിറപൂണ്ടു. റാവു ഭഗവാന് സമീപം ചെന്നു. വളരെ മൃദുവായി സ്വാമി അരുളി, പാദനമസ്കാരം എടുക്കൂ. വിദ്യാർത്ഥി തൃപ്പാദത്തിൽ വീണു. അവൻ എങ്ങനടിക്കാൻ തുടങ്ങി. ബാബ അവനെ ഉയർത്തിക്കൊണ്ട് ചോദിച്ചു, എന്താണ് നിന്റെ ആഗ്രഹം? നാഗേശ്വര റാവുവിന്റെ ജീവിതത്തിലെ അതിമഹത്തായ നിമിഷം. കാലങ്ങളായി മനസ്സിൽ കൊണ്ട് നടന്ന ആഗ്രഹം പറയാൻ അയാൾക്ക് കഴിയുന്നില്ല. റാവു സ്തബ്ധനായി നിൽക്കുകയാണ്. പക്ഷെ സർവജ്ഞനായ ഭഗവാൻ ആ യുവാവിന്റെ ഹൃദയം അളന്നുകൊണ്ട് പറഞ്ഞു, എനിക്കത് അറിയാം. നിന്നെ ഞാൻ എന്നോടൊപ്പം കൂട്ടിക്കൊള്ളാം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായി ചേരാം. നിന്റെ ഗവേഷണം ഇവിടെ ചെയ്യുക. നാഗേശ്വര റാവുവിന്റെ തപസ്സിന്റെ ഫലം സമ്മാനിച്ച് ഭഗവാൻ അരുളി. നാഗേശ്വര റാവു അവിടെ അധ്യാപകനായി. 3 വർഷത്തിനകം ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. ഭഗവത് തൃക്കൈകളിലെ പവിത്രോപകരണമായി തീർന്ന് ജന്മം സഫലമാക്കി. അവൻ അത് അറിഞ്ഞുവെങ്കിൽ അലസനായ ഒരു വിദ്യാർത്ഥി. പലവട്ടം അധ്യാപകർ ഉപദേശിച്ചു. അയാളിൽ കാര്യമായ മാറ്റമുണ്ടായില്ല. ഒരു ദിവസം അധ്യാപകർ അയാളെക്കുറിച്ച് സ്വാമിയോട് സൂചിപ്പിച്ചു. സ്വാമി സ്വല്പനേരം മൗനം പൂണ്ടു. എന്നിട്ട് മെല്ലെ പറഞ്ഞു, കഴിഞ്ഞ ജന്മം അവൻ ആരായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും അവൻ പെരുമാറില്ല. അധ്യാപകൻ മൗനം പൂണ്ടു നിന്നു. അദ്ദേഹം ആ വിദ്യാർത്ഥിയോട് ഇക്കാര്യം പറഞ്ഞു. അയാൾ വല്ലാതായി. തന്റെ ജന്മരഹസ്യം അറിയാൻ തിടുക്കമായി. പിറ്റേ ദിവസം ദർശന സമയം മുൻനിരയിലിരുന്നു. സ്വാമി ഗൗനിച്ചില്ല. ദിവസങ്ങൾ പലത് കഴിഞ്ഞു. അയാൾക്ക് വലിയ നൊമ്പരമായി. ഒരു ദർശനവേളയിൽ സ്വാമി അരികിലെത്തിയപ്പോൾ അയാൾക്ക് അവസരം കിട്ടി. ഭഗവാൻ ചോദ്യഭാവത്തിൽ നോക്കി. അയാൾ ചോദിച്ചു, സ്വാമി, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു? ഒരു മഹർഷി. എൻ്റെ ഒരു ദർശനത്തിനായി ജീവിതം മുഴുവൻ തപം ചെയ്തു. പക്ഷേ ദർശനം ലഭിച്ചില്ല. അതിനാൽ ഇന്ന് ഞാൻ അതിനുള്ള അവസരമൊരുക്കി. പക്ഷേ ഭഗവാൻ നടന്നു നീങ്ങി. അത്രയും ധാരാളമായിരുന്നു അയാളിൽ പരിവർത്തനമുണ്ടാക്കാൻ. ദിവസങ്ങൾക്കകം കോളേജിലെ ഏറ്റവും അനുസരണയുള്ള മിടുമിടുക്കുള്ള വിദ്യാർത്ഥി എന്ന നിലയിലേക്ക് അയാൾ വളർന്നു.
നീ എന്താകണം? ഒരിക്കൽ സ്വാമി ഒരു വിദ്യാർത്ഥിക്കും അവന്റെ രക്ഷിതാക്കൾക്കും അഭിമുഖം നൽകി. സ്വാമി ആ വിദ്യാർത്ഥിയെക്കുറിച്ച് മാതാപിതാക്കളോട് അരുളി: നല്ല കുട്ടി, നന്നായി പഠിക്കും, ചിട്ടയോട് കൂടിയുള്ള ജീവിതം, അനുസരണക്കേട് തെല്ലുമില്ല, കൂട്ടുകാരെ സഹായിക്കും. ഇത് കേട്ട് വിദ്യാർത്ഥിയുടെയും മാതാപിതാക്കളുടെയും മെഴികൾ ഈറനണിഞ്ഞു. മാതാപിതാക്കളുടെ കണ്ണു നിറഞ്ഞത് സന്തോഷം കൊണ്ട്, വിദ്യാർത്ഥിയുടേത് കുറ്റബോധം കൊണ്ടും. കാരണം സ്വാമി പറഞ്ഞതുപോലെ ഒന്നുമായിരുന്നില്ല അയാൾ. അഭിമുഖം കഴിഞ്ഞ് മാതാപിതാക്കൾ ആദ്യം പുറത്തിറങ്ങി. സ്വാമിയും വിദ്യാർത്ഥിയും തനിയെ മുറിയിൽ. വിദ്യാർത്ഥി തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു: സ്വാമി, ഞാൻ അങ്ങനെയൊന്നുമല്ലല്ലോ. ഭഗവാൻ പ്രേമപൂർവം പറഞ്ഞു: ബംഗാരു, നീ എന്താണ് എന്നല്ല ഞാൻ പറഞ്ഞത്, നീ എങ്ങനെയായി തീരണമെന്ന എന്റെ ആഗ്രഹമാണ് ഞാൻ പറഞ്ഞത്. ഭഗവാനെ, ഇനി ഞാൻ എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. വിദ്യാർത്ഥിയുടെ ആ വാക്കുകൾ സത്യമായി തീർന്നു. അയാളുടെ ശേഷകാലം അക്കാര്യം തെളിയിച്ചു. എത്ര സുന്ദരമായി, വിദഗ്ധമായി ഭഗവാൻ തന്റെ വിദ്യാർത്ഥികളെ മെരുക്കിയെടുക്കുന്നു. ഭാഗ്യത്തിന്റെ രഹസ്യം. വിദ്യാർത്ഥികൾക്ക് മാത്രമായി ഭഗവാൻ ചില പരിപാടികൾ നടത്തും. ലോകോത്തര പ്രതിഭകൾ പലപ്പോഴും അതിൽ സന്നിഹിതരാവും. MS സുബ്ബലക്ഷ്മി, പണ്ഡിറ്റ് ഭീംസെൻ ജോഷി, ബീഗം പർവീണ സുൽത്താന, P സുശീല, TM സൗന്ദരരാജൻ, പണ്ഡിറ്റ് ശിവകുമാർ ശർമ്മ, അംജദ് അലി ഖാൻ, APJ അബ്ദുൽ കലാം എന്നിങ്ങനെ പോകുന്നു അവരുടെ നിരകൾ. ഒരിക്കൽ MS സുബ്ബലക്ഷ്മിയോട് കുട്ടികൾക്കായി ഭജഗോവിന്ദം പാടുവാൻ ഭഗവാൻ അരുളി. ആ മഹതി ഉടൻ തന്നെ പാടാൻ ആരംഭിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ തന്റെ ഒരു വിദ്യാർത്ഥിയോട് അവർക്കൊപ്പം പാടുവാൻ സ്വാമി സൂചന നൽകി. അതുല്യമായ ആ ഭാഗ്യം കൈവന്നപ്പോൾ അയാൾ പരിഭ്രമിച്ചു പോയി. വികാരത്തളൽ അടിച്ചമർത്തി അയാൾ പാടാൻ തുടങ്ങി. കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് അയാൾക്ക് നന്നായി പാടാൻ സാധിച്ചു തന്നെ. അവർ ഒരുമിച്ച് പാട്ട് മുഴുമിപ്പിച്ചു. ഭഗവാൻ ആ കുട്ടിയെ സുബ്ബലക്ഷ്മിക്ക് പരിചയപ്പെടുത്തി. ശങ്കരാചാര്യരുടെ നാടകത്തിൽ ശങ്കരന്റെ ഭാഗം അഭിനയിച്ചത് അയാളാണെന്നും അഭിമാനത്തോടെ സ്വാമി പറഞ്ഞു. പിന്നീട് വിദ്യാർത്ഥികൾ മാത്രമായപ്പോൾ എല്ലാവരോടുമായി സ്വാമി പറഞ്ഞു: നിങ്ങൾക്ക് ഇത്തരം അവസരങ്ങൾ കൈവരുന്നത് നിങ്ങൾ സായിയുടെ വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് മാത്രം. ആചരണം, പ്രചരണം. പ്രഭാഷണ കല തന്റെ വിദ്യാർത്ഥികൾക്ക് ഭഗവാൻ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടായിരുന്നു. താല്പര്യമുള്ളവരെ കൊണ്ട് പ്രസംഗിപ്പിക്കും. വേണ്ടി വന്നാൽ തിരുത്തി കൊടുക്കും. എങ്ങനെ ആശയം വിശദമാക്കണം, എങ്ങനെ നിൽക്കണം, ചിരിക്കണം, ശരീരം ചലിപ്പിക്കണം, ശബ്ദം നിയന്ത്രിക്കണം, അതൊക്കെ ഏതുവിധം ശ്രോതാക്കളിൽ ചലനമുണ്ടാക്കും, ഇക്കാര്യങ്ങൾ വിവരിക്കും. പ്രസംഗത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് സ്വാമി അരുളി: പൊതുവേദികളിൽ നിങ്ങൾ ആരെയും മോശക്കാരാക്കാനോ ചെറുതാക്കാനോ ശ്രമിക്കരുത്. നിങ്ങൾ പറയുന്നത് കേട്ട് ശ്രോതാക്കൾ ഉയർത്തപ്പെടണം, അവർക്ക് പ്രചോദനം ഉണ്ടാവണം. ആശയം വിശദമാക്കുന്ന നല്ല തമാശകൾ ചെറുതായി ഉപയോഗിക്കാം, പക്ഷേ വില കുറഞ്ഞ തമാശകൾ ഒരിക്കലും അരുത്. ഒരു കാര്യം മറക്കരുത്: നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവന്നതും ഹൃദയത്തിൽ നിന്നും വരുന്നതുമായ വാക്കുകൾ കേൾക്കുന്നവരിൽ ശക്തമായ പരിവർത്തനം ഉണ്ടാക്കും. മറ്റൊരു വാക്കിൽ, ആദ്യം ആചരണം, പിന്നെ പ്രചരണം. അതാണല്ലോ സായി സന്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്. സായി ഗീതയെ ആർക്കു വേണം? ത്രയീ സമ്മേളനം നടക്കുന്ന സമയം. വൃന്ദാവനത്തിൽ ഭഗവാൻ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒപ്പം കൂടുന്ന സമ്മേളനം. വിദ്യാർത്ഥികളോട് സംസാരിക്കവേ സ്വാമി ചോദിച്ചു: സായി ഗീതയെ ആർക്കു വേണം? ഗീതയെ സംരക്ഷിക്കാൻ തയ്യാറായ ആർക്കും ഞാൻ അവളെ സമ്മാനിക്കും. സായി ഗീത സ്വാമിയുടെ പ്രിയങ്കരിയായ ആനക്കുട്ടി. വിദ്യാർത്ഥികളും അധ്യാപകരും മൗനം പൂണ്ടു. ചിലർ തല താഴ്ത്തി. എല്ലാവരുടെയും മനസ്സിൽ ഒരേ ചിന്തയായിരുന്നു: ഒരു ആനയെ എങ്ങനെ പോറ്റാനാകും, സംരക്ഷിക്കാനാകും? അതിന് എത്ര ധനം വേണ്ടിവരും? പൊടുന്നനെ ഒരു വിദ്യാർത്ഥി കൈ ഉയർത്തി. സ്വാമി അയാളെ അരികിൽ വിളിച്ചു. തൃക്കരം ചലിക്കാൻ തുടങ്ങി. ഏകദേശം 3 ഇഞ്ച് വലിപ്പമുള്ള ആനയുടെ രൂപം തൃക്കരത്തിൽ പ്രത്യക്ഷമായി. അത് ആ വിദ്യാർത്ഥിക്ക് നൽകി. ഭഗവാൻ എല്ലാവരോടുമായി ചോദിച്ചു: ഗീതയെ ഞാൻ നിങ്ങൾക്ക് തരുമെങ്കിൽ അവളെ പോറ്റാനും സംരക്ഷിക്കാനുമുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്യാതിരിക്കുമോ? വെറുതെ നിങ്ങൾക്ക് ഞാൻ ഗീതയെ നൽകുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? ഈശ്വരനെ എത്ര ആഴത്തിൽ വിശ്വസിക്കണമെന്ന് അവിടുന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കി. സ്വാമി ഒരിക്കൽ വിശ്വാസത്തിന്റെ ആഴം എത്ര വേണമെന്ന് വ്യക്തമാക്കുകയുണ്ടായി. സീതയെ തേടി ഹനുമാൻ പോകാൻ ഒരുങ്ങുന്ന സമയം ശ്രീരാമചന്ദ്രൻ ആഞ്ജനേയനോട് തിരക്കി: ആഞ്ജനേയ, അങ്ങ് സീതയെ കാണാൻ പോകുകയാണ് അല്ലേ? അതെ സ്വാമി. താങ്കൾ സീതയെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇല്ല.
ഇതിനു മുമ്പ് കടൽ ചാടിയിട്ടുണ്ടോ? ഇല്ല. ഇതിനു മുമ്പ് ലങ്കയിൽ പോയിട്ടുണ്ടോ? ഇല്ല. ആഞ്ജനേയ, അങ്ങ് സീതയെ കണ്ടിട്ടില്ല, കടൽ ചാടിയിട്ടില്ല, ലങ്കയിൽ പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അങ്ങേക്ക് സീതയെ കണ്ടെത്തുവാൻ കഴിയുക? വീരഹനുമാൻ തൊഴുകയോടെ സാഭിമാനം പറഞ്ഞു. പ്രഭോ ശ്രീരാമചന്ദ്ര, അവിടുന്ന് കൽപ്പിക്കുന്നത് ചെയ്യുക മാത്രമാണ് അടിയന്റെ ധർമ്മം. അത് ചെയ്യാനുള്ള കരുത്ത് അവിടുന്ന് എനിക്ക് സമ്മാനിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. എനിക്ക് ചെയ്യാനാവാത്ത കാര്യങ്ങൾ അങ്ങ് എന്നെ ഏൽപ്പിക്കുകയില്ലല്ലോ. വിശ്വാസത്തിന്റെ ആഴം ഇത്തരത്തിലായിരിക്കണം, ഭഗവാൻ ഓർമ്മിപ്പിച്ചു. നിനക്ക് കഴിയും, നടക്കുക. കാൽമുട്ടിന് ശസ്ത്രക്രിയ നടത്തിയ ഒരു വിദ്യാർത്ഥി, അയാൾ ഊന്നുവടി ഉപയോഗിച്ചാണ് നടക്കുന്നത്. ഒരിക്കൽ സ്വാമി അയാളോട് ചോദിച്ചു, കുറക്കാലമായല്ലോ നീ ഈ ഊന്നുവടിയുമായി നടക്കുന്നു? അതെ സ്വാമി, ഇതില്ലാതെ പാദം നിലത്തുറപ്പിക്കാൻ എനിക്ക് ഭയമാണ്. സ്വാമി അവന്റെ കയ്യിൽ പിടിച്ചു വടി മാറ്റി. പിന്നീട് പ്രേമപൂർവം അരുളി, ബംഗാരു, നിനക്ക് കഴിയും, നടക്കൂ. അയാളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അയാൾ നടന്നു. കുറെ നേരം നടത്തിച്ചതിന് ശേഷം ഭഗവാൻ ഒരു മോതിരം സൃഷ്ടിച്ച് അയാളുടെ വിരലിൽ ഇട്ടുകൊടുത്തിട്ട് പറഞ്ഞു, ഇത് നിന്നെ ഏത് വീഴ്ചയിൽ നിന്ന് രക്ഷിക്കും. പേടിക്കണ്ട, ഇനി നിനക്ക് സാധാരണ പോലെ നടക്കാം. ആ വർഷാവസാനം അയാൾ കായിക മത്സരങ്ങളിൽ പങ്കെടുത്തു. 5000 മീറ്റർ ഓട്ടത്തിൽ പങ്കെടുത്തു, വിജയിച്ചു. അവൻ ആദരവ് നിറഞ്ഞ അഭിമാനത്തോടെ പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ പ്രിയങ്കരിയായ സായി മാതാവിന് സമർപ്പിക്കുന്നു. ഭഗവാന്റെ ജീവിക്കുന്ന സന്ദേശങ്ങളായി അവിടുത്തെ വിദ്യാർത്ഥികൾ ഭാവി ലോകത്തിന് വഴി തെളിക്കും. ഓം തത്സത്.